ഞാൻ കണ്ണൂരില് മറ്റേ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ വാർഡായ കണ്ണൂർ നോർത്ത്, കണ്ണൂർ സൗത്തോ ഏതാ? കണ്ണൂർ നോർത്ത്, കണ്ണൂരൊക്കെ അല്ലേ? അഹമ്മദ് സാഹിബിന്റെ നാട്. ആ, നമുക്ക് ഇവിടുത്തെ റിവ്യൂ എങ്ങനെ നോക്കാം, ആരാണ് ഇപ്പൊ ലീഡ് ജയിക്കാനുള്ള സാധ്യത ഒന്ന് നോക്കാം. കേരളം ഭരിക്കുന്നത് 10 വർഷമായിട്ട് LDF സർക്കാരാണ് അല്ലേ? അപ്പൊ പിണറായി സർക്കാരിനെ പറ്റിട്ട്, പിണറായിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? പിണറായി നമ്മള് കണ്ണൂർ ജില്ലക്കാരെ മുഖ്യമന്ത്രിയാണ്. നമ്പർ 1 പെർഫെക്റ്റ് പിണറായി. ഇനിയും രണ്ടാമതും അല്ല മൂന്നാമതും LDF വരുന്നെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്കൊക്കെ എന്താണ്? തീർച്ചയായിട്ടും മൂന്നാമത് വരണം. LDF വരുമെന്നുള്ള സാധ്യത കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഞാൻ ചോദ്യം കറക്റ്റ് LDFകാരനോട് അല്ല UDFകാരനോട് ചോദിച്ചില്ല. ഈ ചോദ്യം LDF. ഇനിയിപ്പോ കേരളത്തില് മൂന്നാമത്തെ UDFന് മൂന്നാമതും കിട്ടിയില്ലെങ്കിൽ UDF എന്ന സാധനം ഈ കേരളത്തിൽ ഉണ്ടാകുമോ? അത് അവര് തീരുമാനിക്കണം. ഓക്കെ. പിന്നെ അവരും നശിക്കാൻ പാടില്ല. നിങ്ങളെ ഒരു മുഖം കണ്ടിട്ട് ഒരു UDFകാരന്റെ ലുക്ക് ഉണ്ട്. ഇല്ല. ഇനിയിപ്പോ അഥവാ നിങ്ങൾ LDF ആയിക്കോട്ടെ, ഇനി ഭരണം LDFന്റെ കയ്യിൽ നിന്നും പോയി UDF വന്ന് UDF വരാണെങ്കിൽ മുഖ്യമന്ത്രി ആരാവും? എത്ര ആൾക്കാരുണ്ട് ഇപ്പൊ? തമ്മിൽ അടിയാടിക്കോ? അത് ഉറപ്പാ. എന്താ പറയാനുള്ളത് കേരള രാഷ്ട്രീയത്തിനെ പറ്റിട്ട്? ഒന്നും പറയാനില്ല. നിങ്ങൾക്കൊന്നും പറയാനില്ല. ഭരണം ഇല്ലാന്നോ? ഓ, എന്തുകൊണ്ടാണ് ഇല്ല എന്ന് പറയുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചാ, രണ്ടാമത്തെ ഭരണം ശരിയില്ല. അത് എന്തുകൊണ്ടാണ് ഭരണം ശരി? കാരണം 10 കൊല്ലം തുടർച്ചയായിട്ട് പ്രതിപക്ഷം ഇരുന്നപ്പോ സാമ്പത്തികം അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ UDFന്റെ കയ്യില് പക്ഷെ ആ സമയത്തും പ്രതിപക്ഷം പറഞ്ഞത് വളരെ മോശപ്പെട്ട ഭരണം എന്നായിരുന്നല്ലോ പറയൂല. അങ്ങനെ പറയണം. അപ്പൊ ഇതും അങ്ങനെ തന്നെ പറയാനുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും അല്ലേ? പ്രതിപക്ഷം എന്ന് പറഞ്ഞാല് ഇപ്പൊ നേതാവ് VD സതീശൻ ഒരു കാര്യം പറഞ്ഞത്, കേരളത്തിൽ 5 വർഷം തുടർച്ചയായിട്ട് ബന്ധുകൾ ആചരിക്കാത്ത ഒരു പാർട്ടിയാണ് UDF എന്ന് പറഞ്ഞു. അതിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അങ്ങനത്തെ ഒരു പാർട്ടിയാണ് എനിക്ക് ആവശ്യം. ഇനിയും 5 വർഷം ഇരുന്നിട്ട് പ്രതിപക്ഷത്തിൽ ഇരുന്നിട്ട് ഒരു ഹർത്താലും ബന്ധും ഇരുന്നില്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ പ്രതിപക്ഷത്തിൽ ഇരുന്നോട്ടെ. എന്താ പറയുന്നത്? UDF എത്തോ? ചാൻസ് കുറവാണ് ഇല്ലേ? ഈ ഇവിടുത്തെ സ്ഥിതിയാണോ അല്ലെങ്കിൽ കേരളത്തിന്റെ മൊത്തത്തിൽ ചാൻസ് കുറവാന്ന് പറഞ്ഞു? എന്താ നിങ്ങളെ അഭിപ്രായം? UDF വരാൻ ചാൻസ് ഉണ്ട്. മുഖ്യമന്ത്രി ആരാവണമെന്ന ആഗ്രഹം VD സതീശന്. തമ്മിൽ ഫൈറ്റ് ആവോ? ആവില്ല. ഓക്കെ, അങ്ങനെ ആവട്ടെ. എടാ, എനിക്ക് എന്താ വോട്ട് ചെയ്യണ്ടോ? ആര് ഇല്ല. ഒരു ഹൈ എല്ലാവരും കൊടുത്തോളൂ. ഭരണകക്ഷത്തിനെ ശരിയാക്കേണ്ട കടമായിരിക്കും ആ പ്രതിപക്ഷം. ഇന്നൊരു പത്രമാധ്യമങ്ങളാണ്, മനോരമ, ഏഷ്യാനെറ്റ്, ഇങ്ങനെ ചാനൽ ഇവരെല്ലാം കൂടിയാണ് ഇന്നത്തെ പ്രതിപക്ഷം. അല്ല, വേറെ ആരും പ്രതിപക്ഷത്തിൽ ആരും ഉണ്ടായിട്ടൊന്നുമില്ല. എന്താണ് ഇവിടുത്തെ കേരള സ്റ്റോറി? നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ തുടർച്ചയായി 10 വർഷം LDF ഭരണത്തിന്റെ കീഴിലായിരുന്നു കേരളം. പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന UDF 10 വർഷം കൊണ്ട് എന്തെങ്കിലും ജനങ്ങൾക്ക് എന്തെങ്കിലും സേവനം ചെയ്തിട്ടുണ്ടോ? എന്റെ ചോദ്യം രണ്ടാണ്. 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് LDF ഭരണത്തിന്റെ കീഴിലായിരുന്നു കേരളം. തുടർച്ചയായിട്ട് പ്രതിപക്ഷത്തിൽ ഇരുന്നാണ് UDF. അപ്പൊ ഈ പ്രതിപക്ഷത്തിൽ ഇരുന്ന UDF ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടോ എന്നാ ചോദ്യം. ഭരണത്തിനില്ലാത്ത UDF എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ഒരു ജനസേവകൻ എന്ന് പറയുമ്പോ ഭരണം വേണമെന്നില്ല. വേണോ? നിങ്ങളെ കൊണ്ട് എന്തുവരെ ചെയ്യാൻ പറ്റും? എങ്ങനെ? ഈ നാട്ടിലെ ആൾക്കാരാ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റാ? എന്നെ കൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. സാമ്പത്തിക ഹെൽപ്പല്ല, എന്നെ കൊണ്ട് ശാരീരികമായിട്ട് ചെയ്യാൻ പറ്റും. സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്?
സർക്കാരിന്റെ എല്ലാവരും ചോദിക്കും. സർക്കാർ 100% ചെയ്തിരിക്കുന്ന ഇവിടെ ജനങ്ങൾ എല്ലാരും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവിടെ 10 കൊല്ലം UDF പറഞ്ഞ അങ്ങനെ നല്ല. ഞാനിപ്പോ കാസർഗോഡ് നിന്നും എല്ലാ പഞ്ചായത്തുകളും കയറി ഇറങ്ങി വന്ന ബൈക്കിൽ വന്ന് യാത്ര ചെയ്ത ആളാണ്. ഒരു റോഡ് മോശം എന്ന് പറയാനില്ല. 85% ഞാൻ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു ബൈക്ക്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിക്കാതെ. ഇവിടുത്തെ എനിക്കറിയില്ല, കണ്ണൂരിത്തെ. ഞാൻ കണ്ണൂരിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടുത്തെ റോഡ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ LDF ജനങ്ങൾക്ക് സേവനം ചെയ്തിട്ടുണ്ട്. സംബന്ധിച്ചിടത്തോളം വേണ്ടത് റോഡോ തോടോ ബിൽഡിങ്ങുകളോ അല്ല. അപ്പൊ ഈ ജീവനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് സർക്കാർ ഇവിടെ ഇപ്പൊ ഒരു UDF പറഞ്ഞത് റോഡല്ല ഇവിടെ മുഖ്യം എന്നാ പറഞ്ഞത്. ഇവരെ നേതാവ് നിങ്ങളെ ഏതാ പാർട്ടി? ഞാൻ UDF അല്ല. നിങ്ങൾ പാർട്ടിയല്ല ചോദിക്കേണ്ടത്. ഒരു മനുഷ്യനിക്ക് വേണ്ടത് ഓന്റെ ജീവിത ഉപാധിയിലുള്ള അഭിവൃദ്ധിയാണ്. അതിനാണ് അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ നിങ്ങൾ പറഞ്ഞില്ലേ, റോഡെല്ലാം നല്ലതാണ്. ഈ റോഡെല്ലാം ആരുടെ കയ്യിലാണ് ഇപ്പൊ ഉള്ളത്? നമ്മൾ എത്ര ട്രോള് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇതൊരു കടലോര മേഖലയാണ്. ഈയുടെ മീനാകുമാര കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് കടലിലേക്ക് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ നാട്ടിൽ ബേപ്പിന് പോവാന്ന് പറയും. 1-2 ദിവസം ബേപ്പ് 1-2 ദിവസം കടലിൽ പോയിട്ട് മീൻ പിടിച്ചു വരുന്ന ഒരു അങ്ങനെ ഉപജീവനം ചെയ്ത ഒരു നാടാണ് നമ്മുടെ നാട്. മനസ്സിലായ? ഇതെന്താക്കുന്ന മീനാകുമാരി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു നിയമം ഉണ്ടാക്കിയിട്ട് ഇന്ന് കടലിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പരിധിയുണ്ട്. ഈ മീനാകുമാരി കമ്മീഷൻ പാർട്ടി ലെവലിലാണ്. അപ്പൊ ഇവിടെ പ്രതിപക്ഷത്താരാ ഉള്ളത്? UDF-ഉം LDF-ഉം ഇല്ലേ? സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ ഒരു നിയമം കൊണ്ടുവരുമ്പോ UDF-ഉം LDF-ഉം ഇവിടെ പ്രതിപക്ഷത്താണ്. എന്ത് ചെയ്യണം? അതിനെതിരെ സമരം ഉണ്ടാവണം അല്ലേ? അങ്ങനെ ഒരു സമരം ചെയ്തതായിട്ട് നിങ്ങൾക്കറിയോ? ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ ഈ കഥ ഫസ്റ്റായിട്ട് ഇപ്പൊ കേൾക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇതൊരു കണ്ണൂർ സിറ്റി എന്ന് പറയുന്ന 600 വർഷം പഴക്കമുള്ള ഒരു നഗരാണ്. 600 വർഷം പഴക്കമുള്ള നഗരം. അതിന്റെ പ്രൂഫ് കയ്യിലുണ്ടോ? അതിന്റെ പ്രൂഫ് ഉണ്ട്. അതാ നോക്കിക്കോ. അവിടെ കണ്ട ഒരു ബലിയാസന്റെ ബോർഡ്. അതൊന്ന് നിങ്ങളൊന്ന് ഫുള്ളായിട്ട് എടുക്കുക. അതിൽ നിങ്ങൾക്ക് പുതിയ ചരിത്രം കൂടി കിട്ടും. കിട്ടുമോ? അതെന്താ വെച്ചാൽ വളച്ചൊടിച്ചതെന്നല്ല, പുതിയ രേഖകളായിട്ടുള്ള പുസ്തകങ്ങളുടെ ചരിത്രം. നിങ്ങൾ അത് മാത്രമല്ല, ഈ പള്ളിന്റെ മുകളിലൊക്കെ ഈ പള്ളി ഉണ്ടല്ലോ, ഇത് നിർമ്മിച്ച കാലഘട്ടം ഉണ്ട്. മനസ്സിലായ? നിർമ്മിച്ച കാലഘട്ടം അന്ന് രേഖപ്പെടുത്തി അതേപോലെ തന്നെ ഉണ്ട്. അപ്പൊ ഇത് അറക്കൽ രാജവംശത്തിന്റെ സ്ഥലമാണ് ഇത്. അപ്പൊ അതൊന്നല്ല, അന്നേ ഇവിടെ ഉണ്ടായ ഓവുചാലുകള്, തോടുകള്, മലിന സംസ്കരണ പ്ലാന്റുകളൊക്കെ ഇവിടെ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഇത് ഞങ്ങളുടെ ബാധ്യതയാണ്. വ്യക്തി എന്നുള്ള ആളുകളുടെ ബാധ്യതയായിട്ട് വന്നിരിക്കുന്ന എന്താണ് മാലിന്യ സംസ്കരണം എന്നുള്ള നിങ്ങളൊക്കെ പെട്ടിട്ട് എല്ലാവർക്കും, ഞാനും ആയാലും ഇവരായാലും എല്ലാ മനുഷ്യന്മാരുടെയും അവരുടെ ബാധ്യതയാണ്. സത്യത്തിൽ ഇത് ശരിയാണ്. ഇത് ഞാൻ കൊടുക്കും. നിങ്ങൾ ആദ്യം ഞാൻ ഈ പറയുന്നത് ഞാൻ കൊടുക്കൂലേ? നിങ്ങൾ നാട്ടുകാരെന്തായാലും കാണൂല. അത് കൊടുക്കുമെങ്കിൽ ഇത് ഞാൻ കൊടുക്കുക. ഇത് വ്യക്തികളുടെ ബാധ്യത. സത്യത്തിൽ ഭരണഘടന എന്താ പറയുന്നത്? മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടാക്കുക, നമ്മളുടെ നികുതി പണം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇവിടുത്തെ നഗരങ്ങളെ മോടിവൽക്കരിക്കുക, ഈ എന്താ പറയാ കരമാലിന്യക്കും ജൈവമാലിന്യക്കും ഒക്കെ പ്രത്യേക പ്ലാന്റുകൾ ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യേണ്ട ബാധ്യത ആർക്കുള്ളത്? ഇവിടുത്തെ സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതിനെ നിയന്ത്രിക്കുന്നതായി തദ്ദേശ ഭരണസമിതി. പക്ഷെ നമ്മുടെ നാട്ടിൽ നടന്നതെന്ന് പറയുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല സത്യത്തിൽ. മനസ്സിലായാ? ഇത് നിങ്ങൾക്ക് ഇവിടെ മാത്രല്ല, കേരളത്തിൽ ഇങ്ങാറ്റം മുതൽ അങ്ങാറ്റം വരെ പോയി കഴിഞ്ഞാൽ രണ്ടിന്റെ മൈക്രോ മുദ്രത്തിൽ വാങ്ങിങ്ങള് മൈക്രോ മുദ്രത്തിൽ വാങ്ങാൻ അവ എന്തായിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ല. ഇനി ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ കാണൂല. എല്ലാവരുടെ വിഷയം ഈ സംഭവങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കേണ്ടത് ഇവിടെ. നമുക്ക് തൽക്കാലം മതി. ഈ കേരളത്തിലെ ഇലക്ഷൻ വരാൻ പോവാണ്. നിയമസഭാ ഇലക്ഷന് കേരളം ഉറ്റുനോക്കുന്ന അല്ലെ, വളരെ ആകാംക്ഷയോടെ കാത്തിക്കുന്നതാണ് UDF കാര്. കാരണം 10 വർഷം തുടർച്ചയായിട്ട് പ്രതീക്ഷിച്ചിരുന്ന സാധ്യത ഉണ്ടോ UDF-ന്? UDF-ന് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ UDF സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ സാഹചര്യം എപ്പോഴും മാറിയാ അത് നിങ്ങൾ അവസാന ഘട്ടത്തിൽ മാറി ഒരൊറ്റൊരു ഇഷ്യൂ മതി. മനസ്സിലായ? കേരളത്തിലെ ജനങ്ങൾ ബോധവാന്മാരാണ്. മനസ്സിലായ? രാഷ്ട്രീയ അടിമകള് അവര് കറക്റ്റ് ആയിട്ട് തന്നെ അവര് വോട്ട് ചെയ്യും. അപ്പൊ അത് പിന്നെ എന്താ പാർട്ടി
ഞാൻ ഏതാ പാർട്ടി എന്നുള്ളത് വേറെ വിഷയം. ഒരാളോട് നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത് പറഞ്ഞ നമ്മൾ നിങ്ങളോട് ചോദിക്കേണ്ടി വരും. ഇതിന്റെ സാധ്യത എങ്ങനെ ആയിരിക്കണേ? അങ്ങനെ ഇവിടെ UDF കണ്ണൂര് ലോക്കൽ ഇലക്ഷനിൽ ഇതുവരെയില്ലാത്ത തിരിച്ചടിയാണ്. കേരള മുഖ്യമന്ത്രിനെ പറ്റി എന്താ അഭിപ്രായം? ആദ്യത്തെ 5 വർഷം അടിപൊളിയായിരുന്നു. അടിപൊളി. പിന്നെ ഇപ്പൊ കുറച്ച് ക്ഷീണമുണ്ട് അല്ലേ? അടുത്ത വർഷം ഇതെല്ലാം നല്ലോണം നല്ല ക്ഷീണമുണ്ട് അല്ലേ? അപ്പൊ മുഖ്യമന്ത്രിനോട് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാല് എന്താണ് ഇവിടുത്തെ സാധ്യത ആർക്കാണ്? LDF ഒന്നും പറയാനില്ല അല്ലേ? ഒന്നും പറയാനില്ല. വികസനം ഭയങ്കരല്ലേ? ഒന്നുമില്ല. എന്ത് വികസനമാണ് നടന്നത്? വികസനം ഇവിടെ എന്തെല്ലാം ഫുൾ ബ്ലോക്ക് റെഡ് സോൺ ആയ സ്ഥലല്ലേ ഇത്? അത് ഇപ്പം വൈറ്റ് സോണിലേക്ക് വന്നില്ലേ? വൈറ്റ് സോണിലേക്ക് എത്തിയില്ലേ? 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇവിടുന്ന് വണ്ടി പാലവട്ടം പാലത്തിനകത്തേക്ക് 1.5 മണിക്കൂർ എടുത്തിന് ഇപ്പൊ 5 മിനിറ്റ് കൊണ്ട്. ഓ അത്രയും റെഡ് സോൺ പോയി. കാണുന്നില്ലേ? ഡിവൈഡർ വെച്ചിട്ട് ബ്ലോക്ക് ആക്കി സംവിധാനാക്കി. പിന്നെ എന്താ ഓർക്കാനല്ലേ? ഇലക്ഷൻ സർവേ ആണ് ഇവിടെ. ഇലക്ഷന്റെ സർവേ ആണ്. വോട്ടുണ്ടോ? ഇല്ല, വോട്ടില്ല.